മിക്സ് ആൻഡ് മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൈപ്പിംഗ് വെക്കുന്നത് എങ്ങനെയാണ്, ഇൻവിസിബിൾ പൈപ്പിംഗ്. അതായത് നെക്കിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് കാണാതെ, അതിൻ്റെ തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാതെ പൈപ്പിംഗ് മാത്രം കാണത്തക്ക രീതിയിൽ ഈസി ആയിട്ട് എങ്ങനെയാണ് പൈപ്പിംഗ് വെക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഇപ്പം ഇതൊരു സെറ്റ് ചുരിദാറാണ്. ഇതിൻ്റെ പാൻറ്റ് സ്ട്രെയിറ്റ് പാൻറ്റാണ്. ഇത് സ്ലിറ്റ് അടിയിലിട്ടിട്ട് നമ്മൾ ബട്ടണൊക്കെ ഈ കളറിന് ചേരുന്ന ആഷ് കളർ ബട്ടൺ ഇവിടെ വെച്ച് കൊടുത്ത് അങ്ങനെ ഡിസൈൻ ചെയ്തെടുത്താണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പാൻറ്റ് തയ്ക്കുന്ന സ്ലിറ്റ് ഇടുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ലൈനിങ്ങിൽ. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നല്ല തുണിയും കട്ട് ചെയ്ത് വെച്ചു. കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ സ്ലീവ് നമുക്ക് സെൻറ്ററിൽ ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. തുണി നമുക്ക് അങ്ങനെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ആ ഒരു ആഷ് കളറ് പൈപ്പിങ് ഇതിൻ്റെ ഉള്ളിൽ സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് അവിടെയും നമ്മളങ്ങ് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നല്ല വശത്തേക്ക് ആക്കിയിട്ട് ഇതുപോലെ പൈപ്പിങ്ങും ഉള്ളിൽ വെച്ചിട്ട് ആദ്യം പൈപ്പിംഗ് ഒന്ന് തന്നെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നല്ല വശത്തേക്ക് വെച്ച് തയ്യൽ തുമ്പ് എല്ലാം ഒരേപോലെ ഒരേ സൈഡിലേക്ക് വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ നല്ല വശം തിരിച്ചെടുക്കുമ്പോൾ അവിടെയും നമുക്ക് ഇതേപോലെ കണ്ടോ പൈപ്പിംഗ് ആയിട്ട് കിട്ടും. അങ്ങനെയൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ നെക്കിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ക്യാൻവാസ് നമ്മൾ എടുത്തു. അതിനുശേഷം നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ അത് അടയാളപ്പെടുത്തി. ഞാനിവിടെ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം താഴേക്ക് വീണ്ടും അത് ലെങ്ത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 5.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത്ത് എടുക്കുക കേട്ടോ. അതിന് ശേഷം അതിനെ ബോക്സ് ആക്കി കൊടുത്തു. വീണ്ടും നമ്മളതിനെ വരച്ചു കൊടുത്തു കേട്ടോ. ഇത് നമ്മൾ സാധാരണ നെക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷേ പൈപ്പിങ്ങിൻ്റെ തയ്യൽ തുമ്പെല്ലാം ഉള്ളിൽ പോയി നല്ല നീറ്റായിട്ട് നെക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഇനി 1 ഇഞ്ച് ഇതുപോലെ ചുറ്റും മാർക്ക് ചെയ്തു. ഇതിപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം. വീഡിയോയിൽ അത്ര തെളിയുന്നില്ലെങ്കിലും റൗണ്ട് ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. കട്ട് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്തതിന് ശേഷം പിൻ ചെയ്തിട്ട് വീണ്ടും കട്ട് ചെയ്ത് എടുക്കുക. അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ ഞാനൊരു ബാൻഡ് പോലെ ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് ബാക്കി പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തുണിയിലേക്ക് ഇത് വെച്ച് അയൺ ചെയ്യുമ്പോൾ ആ നെക്കിൻ്റെ വിഡ്ത്ത് അത് അവിടെ വൈഡായി പോവില്ല. ആ ബാൻഡ് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് ഏത് തുണിയിലാണോ വേണ്ടത് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ അയൺ ചെയ്തെടുക്കുമ്പോൾ കണ്ടോ ആ ബാൻഡ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് ആ നെക്കിൻ്റെ വിഡ്ത്ത് മാറില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് ഉള്ള 1/2 ഇഞ്ച് വിട്ടിട്ട് തയ്യൽ തുമ്പ് വിട്ട് ഞാൻ ബാക്കി പോർഷൻ കട്ട് ചെയ്ത് മാറ്റി നമ്മളതിലേക്ക് ക്യാൻവാസിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. ഇനി കണ്ടോ ക്യാൻവാസിൻ്റെ ആ ഒരു നിഴൽ നമുക്ക് മറുവശത്തേക്ക് കാണാം. അപ്പോൾ നമ്മൾ അത് ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു ഷേപ്പിൽ നമ്മൾ ആ നെക്കിൻ്റെ ഷേപ്പ് ഏതാണോ അതിങ്ങനെ നമുക്ക് പുറത്തേക്ക് കാണുമ്പോൾ അതുപോലെ ഒന്ന് പുറത്തേക്ക് വരച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പം ആ റൗണ്ട് ഷേപ്പ് ഞാൻ മറുവശത്തേക്ക് നമുക്ക് ആ നിഴലിൽ കൂടി തന്നെയാണ് എനിക്ക് കാണാം. അപ്പോൾ ഞാൻ അതിൽ കൂടെയാണ് മാർക്ക് ചെയ്ത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, പൈപ്പിംഗ് നമ്മൾ ഇതുപോലെ ക്ലോത്തിനുള്ളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ കണ്ടോ ഇതുപോലെ ആ വരച്ച ലൈനിൽ കൂടി തയ്യൽ തുമ്പ് നമ്മൾ കട്ട് ചെയ്ത് വരുന്ന ആ സൈഡിലേക്ക് വെക്കണം. കണ്ടോ ഇതേപോലെ തയ്യൽ തുമ്പ് ആവത്തക്ക രീതിയിൽ പൈപ്പിംഗ് ഇങ്ങനെ നമ്മൾ ചുറ്റും ആ വരച്ച ലൈനിൽ കൂടി തന്നെ ആദ്യം നല്ല വശത്ത് വെച്ചിട്ട് അടിച്ച് അവിടെ യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. കണ്ടോ ഈ ലൈനിൽ കൂടി നല്ല വശത്ത് നമ്മൾ പൈപ്പിംഗ് അടിച്ചു വെച്ചിരിക്കുന്ന പൈപ്പിംഗ് ഇതുപോലെ തയ്യൽ തുമ്പ് ഈ സൈഡിലേക്ക് ആവാൻ മറക്കരുത്. കാരണം നമ്മൾ അവിടെ നിന്നല്ലേ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ക്ലോത്തിലും ആ സൈഡിലേക്കാണ് തയ്യൽ തുമ്പ് വരുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഉയർത്തി നോക്കി നമ്മൾ വരച്ച ലൈനിൽ കൂടി തന്നെ കണ്ടോ ക്യാൻവാസിന് ചുറ്റും നമ്മൾ മറുവശത്ത് വരച്ച ലൈനിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ ഉൾവശത്ത് നോക്കുമ്പോൾ കണ്ടോ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി തന്നെയാണ് സ്റ്റിച്ചിങ് പോയിരിക്കുന്നത്. ഇനി ബാക്കി പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മൾ ഇതുപോലെ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് നല്ല തുണി വെച്ച് കൊടുത്തിട്ട് നല്ല വശത്തേക്ക് കണ്ടോ ഇതുപോലെ സാധാരണ ഇനി ചെയ്യുന്ന പോലെ
ആ നെക്കിൻ്റെ സെൻറ്ററൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത്. അത് ഇതുപോലെ നല്ല വശങ്ങൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നല്ല വശം ഒരുപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്കി ഇനി സാധാരണ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാറില്ല ക്യാൻവാസ് വെച്ചിട്ട്, അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ പൈപ്പിങ് അവിടേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ആ തയ്യൽ തുമ്പെല്ലാം ഉള്ളിൽ പോയി ഉൾവശത്തും പൈപ്പിങ്ങിൻ്റെ ആ ഒരു തയ്യൽ തുമ്പൊന്നും നിൽക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഇൻവിസിബിൾ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പുറത്ത് മാത്രമേ നമുക്ക് പൈപ്പിങ് കാണാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ കറക്റ്റ് പൊസിഷന് വെച്ചിട്ട് പിൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ സൈഡിൽ കൂടി ക്യാൻവാസിന് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്യുന്നൊന്ന് കാണിക്കാം. അപ്പോൾ നമ്മുടെ പൈപ്പിങ് കറക്റ്റ് പൊസിഷനിലാണ് നമ്മൾ ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ ഈ ഉൾവശത്ത് നോക്കുമ്പോൾ കണ്ടോ, പൈപ്പിങ് സ്റ്റിച്ച് ചെയ്ത ആ ഒരു തയ്യൽ തുമ്പ് നമുക്ക് കാണാം. ആ തയ്യൽ തുമ്പിൽ കൂടി തന്നെ ഞാനിപ്പോൾ പൈപ്പിംഗ് ഫൂട്ട് മാറ്റിയിട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും കണ്ടോ. ആ സ്റ്റിച്ചിങ് ലൈനിൽ കൂടി തന്നെ നമ്മൾ ഓൾറെഡി പൈപ്പിംഗ് ആ സ്റ്റിച്ച് ചെയ്തത് നമുക്ക് ഈ ലൈൻ കാണാൻ പറ്റും. സ്റ്റിച്ചിങ് അതിൽ കൂടി തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇപ്പോൾ കണ്ടോ, അത് തിരിക്കുമ്പോൾ നമുക്ക് ആ പൈപ്പിംഗ് മാത്രമേ വരുന്നുള്ളൂ. ഉൾവശത്ത് നമ്മൾ ഇതേപോലെ ആണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് കണ്ടോ. ഇനി നമ്മളത് സാധാരണ തയ്യൽ തുമ്പ് ഇടുന്നത് പോലെ തന്നെ 1/4 ഇഞ്ച് വീതിയിൽ തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്ത് ബാക്കി പോർഷനും എടുത്തു. ഇനി ഇവിടെ മറിച്ചിടുമ്പോൾ ആ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ കട്ടിങ് തയ്യൽ തുമ്പിൽ മാത്രം സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാതെ കൊടുക്കുക. അതിന് ശേഷം ഇനി തിരിച്ച് ഇടുക കണ്ടോ. ഇതുപോലെ തിരിച്ച് ഇട്ടപ്പോൾ കണ്ടോ, ഇനി അവിടെ നമുക്ക് ആ തയ്യൽ തുമ്പും നമ്മുടെ ക്യാൻവാസ് വെച്ച ഇതും കൂടി ഒന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പതിച്ചടിച്ചിട്ട് കണ്ടോ, തിരിക്കുമ്പോൾ നമ്മുടെ പൈപ്പിംഗ് മാത്രം പുറത്തേക്ക് വന്നു. തയ്യൽ തുമ്പെല്ലാം ഉള്ളിൽ പോയി വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടി. ഏത് ഷേപ്പിലും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. റെഡിമെയ്ഡ് പോലെ കണ്ടോ, ഉൾവശം പൈപ്പിംഗ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, തയ്യൽ തുമ്പെല്ലാം അതിൻ്റെ ഉള്ളിൽ പോയി. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഈ ലൈനിങ് തുണിയിലേക്ക് നമ്മുടെ ഈ ക്യാൻവാസ് പതിച്ച പോർഷൻ മാത്രം മാറ്റി സ്റ്റിച്ച് ചെയ്തിട്ട് കണ്ടോ, വളരെ നീറ്റായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പം ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് സ്ലീവ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. 2 സ്ലീവിലും കൊടുത്തു. അതുപോലെ ഫുള്ളായി നമ്മൾ വളരെ ടക്കൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതൊക്കെ ഇടുന്ന വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ അടിയിലുള്ള ഈ ആഷ് കളറാണ് നമ്മളിപ്പം സ്ലീവിലും നെക്കിലും വെച്ച് കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇതുപോലെയാണ് ബാക്ക് സൈഡ് കിട്ടുന്നത്. ബാക്കിൽ നമ്മൾ ടക്ക് ഇട്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും കണ്ടോ. ഉൾവശം നോക്കി നല്ല നീറ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ. ഉൾവശമൊക്കെ നമ്മുടെ തയ്യൽ തുമ്പെല്ലാം ഉള്ളിൽ തന്നെ പോയി. അപ്പം ഈ രീതിയിൽ നമുക്ക് കിട്ടി. അപ്പം നമുക്ക് തന്നെ പല മോഡലിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു ആഷ് കളർ തന്നെയാണ് കണ്ടോ, നമ്മൾ സ്ട്രെയിറ്റ് പാൻറ്റ് തയ്ച്ച് അതിൻ്റെ സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ട് ആഷ് ബട്ടണും വെച്ച് കൊടുത്ത് അതും നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തു. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഉപകാരപ്രദമാകണേ, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നമുക്ക് കാണാം. താങ്ക് യു.